നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാചകവാതക ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴുവിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. കള്ളശാങ്കടവ് മാമ്പുള്ളി എടത്ര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. പോക്സോ കേസിൽ വാടാനപ്പള്ളി സ്വദേശിക്ക് ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നടന്ന ബസ് അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഒരാൾ മരിച്ചു. വാർത്തകൾ വിശദമായി. പാചകവാതക ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴുവിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം കക്കേരി, DCC ജനറൽ സെക്രട്ടറി അശോകൻ KK, അശോക് കോമാത്തുകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. യുദ്ധം നിർത്തണമെന്ന് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. യുദ്ധം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യസുരക്ഷയ്ക്കും മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വന്ന അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ അടുക്കളകളിലാണ്. ഇന്ധനക്ഷാമം വളരെ രൂക്ഷമായി നിൽക്കുകയാണ്. 2 ദിവസം കൂടി നിന്നാൽ ഈ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹോട്ടലുകൾ അടച്ചുപൂട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭക്ഷണം കഴിക്കാൻ തെരുവിൽ തന്നെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ വീടുകളിൽ ഇനി അടുപ്പ് പുകയാത്ത സ്ഥിതി ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യത്ത് ഉജ്ജയിൻ ഗ്യാസിൻ്റെ പേരിൽ 8 കോടി ജനങ്ങൾക്ക് ഗ്യാസ് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി ഈ സാധാരണക്കാരനെ മുഴുവൻ ഈ ഗ്യാസ് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ ഗ്യാസ് നൽകാൻ പോലും തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. കള്ളശാങ്കടവ് മാമ്പുള്ളി എടത്ര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിക്കപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. വഴിപാട് കൗണ്ടറിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്നാണ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചത്. അലമാര തുറന്ന നിലയിലും അതിനുള്ളിലെ സാധനങ്ങൾ വലിച്ചിട്ട നിലയിലുമായിരുന്നു. 2 മേശവലിപ്പുകളിലും പുറത്തേക്ക് വലിച്ചിട്ട നിലയിലും കണ്ടെത്തി. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം 20,000 രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് വഴിപാട് കൗണ്ടറിലൂടെ ലഭിച്ച പണമാണ് നഷ്ടപ്പെട്ടത്. സമീപത്തെ ഊട്ടുപുരയോട് ചേർന്നുള്ള ട്രസ്റ്റി ഓഫീസിന്റെ പൂട്ടും പൊളിച്ച് അകത്ത് കടന്നിരുന്നുവെങ്കിലും അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അലമാരയിലെ സാധനങ്ങൾ വലിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് മണം പിടിച്ച് ക്ഷേത്രത്തിന്റെ പിൻവശം വഴി ഓടി കണ്ടശാങ്കടവ് മാമ്പുള്ളി റോഡിൽ എത്തി നിൽക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോക്സോ കേസിൽ വാടാനപ്പള്ളി സ്വദേശിക്ക് ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2019 വർഷത്തിൽ സ്കൂൾ വെക്കേഷൻ സമയത്താണ് കേസിനാസ്പദമായ സംഭവം. വാടാനപ്പള്ളി ബീച്ച് ഇത്തിക്കാട്ട് വീട്ടിൽ വിനോദ് എന്ന് വിളിക്കുന്ന ഉണ്ണിമോനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവിനും 60,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ OJ രാജക്കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ KR ബിജു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിൽ
ഇൻസ്പെക്ടർ PR ബിജോയ് തുടരന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 17 സാക്ഷികളെ വിസ്തരിക്കുകയും 27 രേഖകളും തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നടന്ന ബസ് അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഒരാൾ മരിച്ചു. ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി അവസ്ഥേപ്പറമ്പിൽ 53 വയസ്സുള്ള മനോജാണ് മരിച്ചത്. മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരനായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സമീപം താമസിക്കുന്ന എളത്തിക്കൽ സണ്ണിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്തായിരുന്നു അപകടം. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് നിയന്ത്രണം വിട്ട് മുന്നിൽ പോയിരുന്ന മനോജും സണ്ണിയും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് അതിന് മുന്നിലുണ്ടായിരുന്ന ബസ്സിലും ഇടിക്കുകയായിരുന്നു. ബസിന്റെ ബ്രേക്ക് എയർ പമ്പ് പൊട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. പരിക്കേറ്റ മനോജിനെയും സണ്ണിയെയും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനോജ് മരിച്ചിരുന്നു. ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയി ജോലി ചെയ്ത് വരികയായിരുന്നു മനോജ്. ഇരിങ്ങാലക്കുട പോലീസ് അപകട സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വലപ്പാട് GDM LP സ്കൂളിലെ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ഡേയും ഗ്രാൻഡ് പേരൻസ് ഡേയും ആഘോഷിച്ചു. വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ഹാളിൽ നടന്ന ചടങ്ങ് സദേൺ എമറിൻ ഏവിയേഷൻ CEO ജസ്റ്റിൻ തോമസ് വി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് KK പീതാംബരൻ, അധ്യാപകരായ സജി രംഗനാഥ്, ഷാനി അസീസ്, MA ശ്രീദേവി, സിജ CB, RR സുബ്രഹ്മണ്യൻ, PTA പ്രസിഡന്റ് ഷാനുജ നിതീഷ് എന്നിവർ പ്രസംഗിച്ചു. വെക്കാനുള്ള സ്ഥലം വീട്ടിലില്ലാത്ത പോലെയായി അതുപോലെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അംഗീകാരം എത്ര ചെറുതായാലും അത് നമ്മൾ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കണം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ E.T. ടൈസൺ MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഐശ്വര്യ റോഡ് തുറന്നുകൊടുത്തു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. 16.15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 200 മീറ്റർ ദൂരത്തിൽ കട്ട വിരിച്ച് റോഡ് നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ഹുസൈൻ, CJ പോൾസൺ, UY ഷമീർ, ഡോക്ടർ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. SKSSF, SYS, SKS BV കഴിമ്പ്രം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ ആൻഡ് സഹചാരി റിലീഫ് സെല്ലിന് കീഴിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി ഉദ്ഘാടനം ചെയ്തു. അസ്ഹാദു ഹുദവി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ മുഖ്യാതിഥിയായി. അബ്ദുൽ കരീം അറക്കൽ പെരുന്നാൾ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി മഹൽ പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കിലത്ത്, സെക്രട്ടറി അബ്ദുള്ള കുട്ടി, സഹൽ കബീർ, ഇടവഴിപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനം. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിജയികളാകണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അത് നിർബന്ധമാണ്. അത് കിട്ടാനുള്ള പ്രധാന വഴിയായിക്കൊണ്ട് ആദരവായി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണമെന്ന്. അതിന്റെ ഒരു ഭാഗമാണ് വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ റിലീഫ് പ്രവർത്തനം. ഒരിക്കലും ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഒരു ഉമ്മ 2 കുട്ടികളെയും കൂട്ടി വരികയാണ്. ആ സമയത്ത് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ആ ഉമ്മക്ക് 3 ഈത്തപ്പഴം നൽകാൻ കഴിക്കാൻ വേണ്ടി. ആ സമയത്ത് ആ ഉമ്മ തന്റെ 2 പെൺമക്കൾക്ക് ഓരോ ഈത്തപ്പഴം കൊടുത്ത് ആ പെൺമക്കൾ ആ 2 കഴിക്കുകയാണ്. മൂന്നാമതുള്ള ഒരു ഈത്തപ്പഴം ആ ഉമ്മ കഴിക്കാൻ വേണ്ടി വായിലേക്ക് വെക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്
ആ രണ്ട് കുട്ടികൾ വീണ്ടും ഈത്തപ്പഴം ചോദിച്ചപ്പോ ആ വിശപ്പും സഹിച്ചുകൊണ്ട് ആ ഉമ്മ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം 2 കഷ്ണമാക്കിയിട്ട് രണ്ടും ആ കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല വല്ലാത്ത അത്ഭുതമാവുകയാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിവരം പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സ്ത്രീക്ക് സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട്, ആ സ്ത്രീക്ക് നരകമോചനം നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ള നാടുകളെ അപേക്ഷിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നതിലും അപരരായിട്ടുള്ള ആളുകളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുന്നതിനും വളരെ മുൻപന്തിയിലാണ് നമ്മുടെ പ്രദേശത്തെ ആളുകൾ എന്ന് നമ്മൾ പലപ്പോഴും ഓരോ വിലയിരുത്തലുകൾ നടത്തുമ്പോഴും മനസ്സിലാക്കാൻ കഴിയും. അത് വലിയ ഒരു അനുഗ്രഹമാണ്. മറ്റുള്ള മനുഷ്യരോട് നമുക്ക് തോന്നുന്ന സഹാനുഭൂതി, അവരെ സഹായിക്കാൻ തോന്നുന്ന ഒരു മനസ്സ്, അവരോട് നമ്മൾ കാണിക്കുന്ന ആർദ്രത, ഇതൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വലിയ സ്ഥാനമുള്ള വലിയ സവാബുള്ള ഒരു കാര്യം കൂടിയാണ്. പവിത്രമായ റമദാൻ ഷരീഫിലാണ് ഇത്യാദി കാര്യങ്ങൾ ധാരാളമായിട്ട് നമ്മൾ ചെയ്തു വരാറുള്ളത്. ഈ പവിത്രമായ മാസത്തിന് ഒട്ടനേകം പേരുകളുണ്ട് റമദാൻ ഷരീഫിൽ. അതിലെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഷഹ്റുൽ മുവാസാത്ത്. ഷഹ്റുൽ മുവാസാത്ത് എന്ന പേര് പരസ്പര സഹകരണത്തിന്റെ, പരസ്പര സഹായത്തിന്റെ മാസം. വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഈ വിശുദ്ധമായിട്ടുള്ള പവിത്രമായ റമദാൻ ഷരീഫിൽ ചെയ്യുന്ന നിസ്കാരങ്ങൾ, നോമ്പ്, മറ്റു ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ, ആ കൂട്ടത്തിൽ മുഖ്യമായ ഒന്നാണ് സ്വതക്ക നൽകുക എന്നത്. കയ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച സോളാർ പാനലിന്റെ പ്രവർത്തനോദ്ഘാടനവും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ചു കിട്ടിയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫും നടത്തി. കയ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് ബെന്നി ബഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ ഹറോൾഡ് ഇഗ്നേഷ്യസ് മുഖ്യ അതിഥിയായിരുന്നു. കയ്പമംഗലം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ, പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, ആരോഗ്യവിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ജിഷ ഉണ്ണികൃഷ്ണൻ, ദമയന്തി ദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, റജീന ബാൻ, ഷീബ സതീഷ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചീഫ് മാനേജർ പയസ്, മാനേജർ സന്ദീപ് തോമസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KV അബ്ദുൾ മജീദ്, TK സൈദു, കണ്ണൻ ഇളയാരം പുരക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തരം പദ്ധതികൾ നമുക്ക് കൂടുതലുണ്ടാകണം. ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് എന്നോട് ഡോക്ടർ പറയുന്നത് ആശുപത്രിയിൽ വേണം സോളാർ. അപ്പോൾ ഈ പദ്ധതി ഒരു പ്രചോദനം കൂടിയാണ്. ഒരു ആശുപത്രിയിലെ സോളാറിൻ്റെ കാര്യം ഡോക്ടർ വന്നപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അത് വരട്ടെ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് പഞ്ചായത്താണ്. പഞ്ചായത്തിനെ അഭിനന്ദിക്കുക. മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ, പ്രാഥമിക ആരോഗ്യ നിലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനം, അതിന് നമുക്ക് കടപ്പാടുള്ളത്, നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടത് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിട്ടാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതിൻ്റെ CSR ഫണ്ട് ഉപയോഗിക്കുന്നതിൽ ചില ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ ആതുര സേവന രംഗത്ത്, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. എനിക്ക് നന്ദിയുണ്ട്, നമ്മുടെ ചാലക്കുടിയിൽ ഒരു ഓട്ടിസ്റ്റിക് സ്കൂളുണ്ട്, ഓട്ടിസം ഉള്ള സ്കൂളുണ്ട്. നട്ടിക ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് പരിപാടിയുടെ സമാപനമായാണ് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചത്. മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ മാലിന്യ പരിപാലന മനോഭാവം വളർത്തുന്നതിന് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ 5, 6, 7, 8, 9 +1 ക്ലാസുകളിൽ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് പരിപാടിയിൽ പങ്കെടുത്തത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പരിപാടിയുടെ ഭാഗമായി പെൺകുട്ടികൾക്കായുള്ള സ്വയം സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ എ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെ ഹേമചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, വാർഡ് മെമ്പർമാരായ പവിത്രൻ കെ വി, സനി രാജു, നിഷ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു. കരാട്ട പരിശീലനായ മധു വിശ്വനാഥ് പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും പരിശീലനത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് പരിപാടിയിൽ വെച്ച് ഉറപ്പു നൽകി. നിലവിലെ നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി നോട്ടീസ് അയച്ചു. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കെതിരെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും അപകീർത്തികരമായ വിധത്തിൽ വ്യക്തിഹത്യ നടത്തി എന്നാരോപിച്ച് CC മുകുന്ദനെതിരെ ഗീതാ ഗോപി മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. മാർച്ച് 16-നകം മാധ്യമങ്ങളുടെ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ മുഖാന്തരമാണ് നോട്ടീസ് അയച്ചത്. ഗീതാ ഗോപിക്ക് സമൂഹത്തിലുള്ള വിശ്വാസ്യതയും സ്വീകാര്യതയും അംഗീകാരവും ബഹുമാനവും മതിപ്പും തകർക്കമെന്ന ദുരുദ്ദേശത്തോടെ CC മുകുന്ദൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഗീതാ ഗോപിയുടെ നിയമ നടപടി. CPI-യും LDF-ഉം ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണയും ഗീതാ ഗോപിക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ മാണിക്കത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. ജനകീയ റോഡിൽ പുന്നവീട്ടിൽ ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കർത്തുവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ജഗന്നിവാസൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് അക്രമാസക്തനായത്. ജഗന്നിവാസനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഗംഗാധരന്റെ ശരീരമാസകലം നായ കടിച്ചു കീറി. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലെ മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. മേത്തല അഞ്ചപ്പാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കന്നുകാലി ഫാമിൽ നിന്നുള്ള മാലിന്യം പൊതുതോട്ടിലേക്ക് തള്ളുന്നത് പതിവാണ്. മാലിന്യം വന്നടിയുന്നത് മൂലം ദുർഗന്ധവും കൊതുകു ശല്യവും കൊണ്ട് പരിസരവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഫാമിലെ ചാണകവും ഗോമൂത്രവും അടക്കമുള്ള മാലിന്യം രാത്രികാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് തോട്ടിലേക്ക് പമ്പ് ചെയ്യുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴുവിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. കള്ളശാങ്കടവ് മാമ്പുള്ളി എടത്ര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. പോക്സോ കേസിൽ വാടാനപ്പള്ളി സ്വദേശിക്ക് ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നടന്ന ബസ് അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഒരാൾ മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.